അല്ല നീർക്കോലി മത്തയ്യല്ലേ ഇരിക്കുന്നത്? പക്ഷെ നേരത്തെ എത്തിനാ പടച്ചോനെ. ആ നീർക്കോലിയെ, ആവേശമൊന്നും കാണുന്നില്ലല്ലോ. ഓ, ആവേശത്തിനൊട്ടും കുറവൊന്നുമില്ലെന്നേ. അതല്ലാന്ന് നമ്മൾ ആവേശാനന്ദ സ്വാമി പഹയനില്ലേ ഇതിൻ്റെ ഉള്ളില്? സ്വാമിജി ദേ കോയൊക്കെ വിളിക്കുന്നോ? പിന്നെ ദേശീയ പതാക കൊണ്ടുവന്നിട്ടില്ലേ? ദേശീയ പതാക നമ്മളെ ജീവനല്ലേ, ഇതല്ലേ നമ്മളെ സാധനം. ആ അല്ല സ്വാമി, ഇതെന്നാണ് ദിവസം കഴിയുന്ന മാലന്റെ എണ്ണൽ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ടല്ലോ. സ്വാമിജിക്ക് എന്തോ ഒരു ഉഷാറ് കുറവുണ്ടല്ലോ. നാളെ ആഗസ്റ്റ് 15 നമുക്ക് പതാക ഉയർത്തണം. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഓണമായി. അപ്പൊ ഇത് രണ്ടും നമുക്ക് ആഘോഷിക്കണ്ടേ? ഇപ്പൊ പഴയ പോലെ നല്ലടോ, എങ്ങനെ ആഘോഷിക്കാനാ? നിങ്ങൾ കേൾക്കുന്നില്ലേ ടിവികളിലും പത്രങ്ങളിലും പല പല വാർത്തകളും? എങ്ങനെ ആഘോഷിക്കും? മടുത്തടോ. ഓ, മാവേലി പ്രാവശ്യം നേരത്തെയാണല്ലോ. ശരിയാന്നല്ല. എന്താ എല്ലാവരും വിഷമിച്ചിരിക്കുന്നത്? മുമ്പ് ഞാൻ വരുമ്പോൾ ഇതുപോലെ ആയിരുന്നില്ലല്ലോ. എന്തു പറ്റി മാമന? മാവേലി പറഞ്ഞതൊക്കെ ശരി തന്നെ. പക്ഷെ ഈ രാജ്യത്ത് എന്തൊക്കെയാ നടക്കുന്നത്? സ്വാമി, ആ വാർത്ത ഒന്ന് കേൾപ്പിച്ചു കൊടുത്തല്ലേ? മാമന, ഒറ്റപ്പാലത്തെ സ്വകാര്യ ഐടിഐയിൽ ഫെബ്രുവരി 19 രാവിലെയായിരുന്നു മർദ്ദനം. താൽക്കാലിക ബിസി നിയമനത്തിൽ ഗവർണർക്ക് തിരിച്ചടിയേറ്റിരിക്കുന്നു. സത്യം തെളിയുമെന്നായിരുന്നു കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചില്ലെന്നറിഞ്ഞ ബന്ധുക്കളുടെ പ്രതികരണം. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് തിരിച്ചു പോയാലോ? പോലെ തമ്പുരാന്, ഇവിടെ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ കോയെ? ആ പറഞ്ഞത് വളരെ ശരിയാണ്. തമ്പുരാൻ കേട്ടത് മാത്രമല്ല വാർത്തകൾ. ഇന്ത്യയിൽ നടക്കുന്ന ഭീകരവാദി ആക്രമണം എന്തുമാത്രം വിഷമമുണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയാം. നമ്മൾ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയിലെ ഓരോ പൗരന്മാരും കാത്തു സൂക്ഷിച്ചാൽ തന്നെ നമുക്ക് എന്ത് സമാധാനമായി ജീവിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അമ്പലങ്ങളും പള്ളികളും എത്ര മാറിപ്പോയി. അതുമാത്രമോ, അംഗൻവാടി തൊട്ട് കോളേജ് വരെ ഹൈടെക് ആയില്ലേ? അത് മാത്രമല്ല, കേരളത്തിൽ പ്രളയവും മഹാമാരിയും ഒക്കെ ഉണ്ടായ സമയത്ത് നമ്മളൊക്കെ ചേർത്ത് പിടിച്ചൊരു ഭരണാധികാരിയാണ് ഇന്നും നാട് ഭരിക്കുന്നത്. എനിക്ക് സന്തോഷമായി. ഇനി എന്നാൽ ഓണസദ്യയും കഴിച്ചിട്ടേ നമ്മൾ പോകുന്നുള്ളൂ. വാ മാമന.